പതിവ് പോലെ ഇന്നും ട്രക്കിങ്ങിന് വേണ്ടി റെഡിയായി. ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് മടിയും ക്ഷീണവും ഒക്കെ തോന്നി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓടിയെത്തിയപ്പോൾ റിസപ്ഷനിൽ ആരും തന്നെ ട്രക്കിങ്ങിനായി വെയിറ്റ് ചെയ്യുന്നില്ല. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. രാവിലെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. കാരണം നല്ല കാറ്റിൻ്റെ ശബ്ദവും കിളികളുടെ പാട്ടും, ചൂടുകൊള്ളുമ്പോൾ ഉരുകി വീഴുന്ന മഞ്ഞുവാടികൾ പുല്ലിലും പാറക്കെട്ടുകളിലും തിളങ്ങുന്നു. ദൂരേക്ക് നോക്കിയാൽ നഗരവീഥികളിലെ ബിൽഡിങ്ങുകളിൽ ലൈറ്റ് അണയുന്നതും കാണാം. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് ഇതാ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു പ്രഭാതം കൂടി. കാണുന്ന ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും സൃഷ്ടാവിൻ്റെ സ്പർശനമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞും കോടയും മൂടിക്കിടക്കുന്ന ചൊക്രമുടിയെ കീറിമുറിച്ച് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ഉദയം ഞാനും നോക്കി നിന്നു. ഒരു നിമിഷം ലോകമെമ്പാടും വെളിച്ചം പകർന്ന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അത്ഭുത കാഴ്ചകൾക്ക് മുൻപിൽ സ്തുതിയും നന്ദിയും അർപ്പിച്ച് ഞാൻ ഒരു നിമിഷം എൻ്റെ ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിനം എല്ലാവർക്കും നല്ലതു മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.